സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്. നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന അതിപ്രധാനമായ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരാളാണ് നമ്മുടെ കൂട്ടത്തിൽ. കടമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. ഈ മഹത്തായ രാവിലെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത നിലയിലുള്ള വിജയങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന അതിമഹത്തായ ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് ബറാഅത്ത് രാവ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബറാഅത്ത് രാവ് ഒരുപാട് പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ചുരുക്കി ഞാനൊന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം കാണപ്പെടുന്ന ഒരു മഹത്തായ രാവാണ് ഈ പറയാൻ പോകുന്ന സൂറത്ത്. ഈ രീതിയിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഭക്ഷണ വിശാലത, റിസ്കിൽ അല്ലാഹു വിശാലത നൽകുന്നതാണ്. വസ്ത്രം, പാർപ്പിടം, ഭവനം, വാഹനം എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നമുക്കറിയാം നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ബറാഅത്ത് രാവാണ്. ആ രാവിന്റെ പ്രത്യേകത എന്താണ്? ആ രാവിലാണ് പാതിരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്നു. നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദിന്റെ ദൈർഘ്യം കണ്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുജൂദിലുള്ള ആ ദൈർഘ്യം കണ്ട് ഞാൻ വിചാരിച്ചു പോയി, എൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, അത്രത്തോളം ഈ ബറാഅത്ത് രാവിനെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുകയാണ്. ആയിഷ ബീവി പറയാണ്, അങ്ങനെ ഞാൻ അസ്വസ്ഥയായി, പടച്ചോനെ, ഹബീബായ നബി തങ്ങൾ വഫാത്തായി പോയോ, ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോയോ എന്ന് ഞാൻ ഭയന്നുപോയി. ആ കട്ടിലിൽ കിടക്കുമ്പോൾ, അങ്ങനെ പേടിച്ച് ഞാൻ ആ കട്ടിലിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുത്തുനബിയുടെ അടുക്കലേക്ക് പോയി പരിശോധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ടില്ലെന്ന്. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് ജല്ല ജലാലായ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര മഹത്തായ രാവാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ബറാഅത്ത് രാവിലെ എത്രത്തോളം സുന്നത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റും അത്രത്തോളം സുന്നത്ത് നിസ്കരിച്ചിട്ട് കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളുടെ വിവാഹപ്രായമെത്തി നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ജോലിയിലും ബർക്കത്തില്ലാത്തവരുണ്ട്, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്. ഈ മഹത്തായ രാവിനെ കുറിച്ച് ഇപ്പോഴേ നമ്മൾ ഉണർത്തുന്നത്. നല്ല ബറാഅത്തിന്റെ നല്ല ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരുപാട് ഇബാദത്തുകളോട് നമ്മൾ കടന്നു ചെന്നാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അപ്പോൾ ആയിഷ ബീവി പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കൽ പോയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ആയിഷ, നീ എൻ്റെ അടുക്കൽ വന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ, നീ എൻ്റെ അടുക്കൽ വന്നിട്ട് നീ എന്നെ പരിശോധിച്ചു പോയി ഞാൻ കണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ ബീവിയെ, നീ വിചാരിച്ചോ ഞാൻ മറ്റു ഭാര്യമാരുടെ അടുക്കൽ പോയി എന്ന്? സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയെ, ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ അങ്ങയുടെ അടുക്കൽ വന്ന് ഞാൻ നോക്കാനുള്ള കാരണം ഇന്നത്തെ സുജൂദ് ഒരുപാട് ദൈർഘ്യമുള്ളതായിരുന്നു. എത്ര നേരമാണ് അങ്ങ് സുജൂദിൽ കിടന്നത്, ദുആ ചെയ്തത്? മറ്റൊരു രാത്രിയിലും ഇത്രയും നേരം അങ്ങ് സുജൂദിൽ കിടന്നതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഇന്നത്തെ ദിവസം ഞാൻ ധാരാളം സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. കാരണം ഞാൻ നമസ്കാരത്തിലായിരുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ശഅബാനിന്റെ 15ാമത്തെ രാവാണ്, അതായത് ബറാഅത്ത് രാവാണ്. അല്ലാഹു ഒന്നാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന, അതായത് അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന രാവാണ്. ഈ രാവ് അല്ലാഹു
ഇന്നത്തെ രാത്രിയിൽ വിളിച്ചു ചോദിക്കുന്നതാണ്. ഇന്നത്തെ രാത്രിയിൽ ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രാവാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടോ ശഅബാൻ 15 ബറാഅത്ത് രാവ്. അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഇവിടെ വരുന്ന ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് റബ്ബ് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദ്യമായി നിങ്ങൾ ചോദിക്കേണ്ടിയുള്ള പടച്ചവനെ ഞങ്ങളെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിലാക്കണേ അല്ലാഹ് എന്നാണ് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടിയുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വിഷമങ്ങൾ, ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങളുള്ളവരുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ, രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കച്ചവടത്തിൽ വർക്കത്തില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ ജോലിക്ക് വേണ്ടി നടക്കുന്നവരുണ്ട്. എല്ലാവരും ആ രാത്രി ഞാൻ പറയാൻ പോകുന്ന ഈ മഹത്തായ ദിക്റൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചിട്ട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഇന്ന് ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്നോട് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചു കൊള്ളൂ. ഇന്നത്തെ രാത്രി എന്നോട് പൊറുക്കലിനെ തേടുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞാൽ കച്ചവടത്തിന്റെ വർക്കത്തിന്, ജോലിയിൽ അഭിവൃദ്ധി, അതുപോലെ ഭക്ഷണ വിശാലതയ്ക്ക് എന്നോട് തേടിയാൽ റിസ്കിന്റെ വാതിലുകൾ ഞാൻ തുറന്നു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ തേടുന്നവർക്ക് എന്നോട് തേടാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തായ ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നല്ല മഹത്തായ ദിനങ്ങളാണ്. ശഅബാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. അതുപോലെ 15 കടന്നു വരാൻ പോവുകയാണ്. ബറാഅത്ത് രാവ് കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 5 രാത്രികൾ ദുആക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത്തെ രാത്രി റജബിന്റെ ആദ്യ രാത്രിയാണ്. പടച്ചവനെ, ഒരുപാട് റജബിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. രണ്ടാമത്തത് ശഅബാനിന്റെ പകുതിയാണ്, അഥവാ ശഅബാൻ 15 ഉമ്മമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിലേക്ക് കടന്നു വരുന്നത് ശഅബാനിന്റെ 15ാമത്തെ രാവാണ്. ആ രാവിൽ നിങ്ങൾ ആരും ആ രാവിനെ വെറുതെ കളയരുത്. ആ രാത്രിയാണ് മലക്കുകൾ ഒരുമിച്ച് കൂടുന്നത്. ഇതിന് പല പേരുകളുമുണ്ട്. ലൈലത്തുൽ ബറാഅ, ലൈലത്തുർ റഹ്മ എന്ന പേരുണ്ട്. ആ രാവിലാണ് ഉറപ്പിക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം, അടുത്ത ഒരു വർഷത്തിൽ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് മരണവും ജനനവും രേഖപ്പെടുത്തി സമർപ്പിക്കപ്പെടുന്ന ദിവസം. ആ ദിവസത്തിലാണ് നമ്മുടെ റിസ്ക് വർദ്ധിപ്പിക്കാനും നമ്മുടെ റിസ്കിൽ വിശാലത കിട്ടാൻ, ബർക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ദീർഘായുസ്സിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹു വിജയം നൽകപ്പെടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഈ മഹത്തായ രാവുകൾ നിങ്ങൾ പാഴാക്കി കളയരുത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ബറാഅത്ത് നിറഞ്ഞ ഈ മാസത്തിൽ, ബറാഅത്ത് ദിനത്തിലൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട നല്ല മഹത്തായ ദിനമാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കുമെല്ലാം നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ ദുആ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ഹലാലായ മാർഗത്തിലൂടെ നമുക്ക് എങ്ങനെ സമ്പത്തുണ്ടാക്കാം എന്നതിനെ കുറിച്ച്. പണം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പണമില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് തൃപ്തിപ്പെട്ട, പൊരുത്തപ്പെട്ട സമ്പത്തായിരിക്കണം. അങ്ങനെയുള്ള സമ്പത്താണ് നമ്മളെ കൈവശമുണ്ട് എങ്കിൽ നമുക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ നല്ല സമ്പത്തുണ്ടാകാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പല വഴികളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു വഴിയാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സൂറത്തുൽ ഇൻശിറാഹ്. എല്ലാവർക്കും അറിയാം സൂറത്തുൽ ഇൻശിറാഹ്.
أنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ഈ മഹത്തായ സൂറത്തുൽ ഇൻശിറാഹ് 40 പ്രാവശ്യം എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 40 ദിവസം ഓതിയാൽ അവൻ പെട്ടെന്ന് സമ്പന്നനാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ വിചാരിക്കും സൂറത്ത് 40 വട്ടം ഓതാൻ ഒരുപാട് സമയം വേണമല്ലോ. കുറച്ച് സമയം കൊണ്ട് ഈ ചെറിയ സൂറത്ത് നമുക്ക് ഓതി തീർക്കാൻ പറ്റും. കാരണം ചെറിയ സൂറത്താണ്. നാം ഈ സൂറത്ത് ഓതുമ്പോൾ ഒരിക്കലും ഒരു കടമ നിറവേറ്റുന്നു എന്ന് നമ്മൾ കരുതരുത്. അല്ലാഹുവേ, എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ എനിക്ക് സാധിപ്പിച്ചു തരണേ അല്ലാ എന്ന നല്ല മനസ്സോടെ ഓതണം, അല്ലേ? അല്ലാതെ നമ്മളൊരു ഉസ്താദ് പറയുന്നിട്ടോ അങ്ങനെയല്ല. ഈ ഒരു ഇൽമ തരുമ്പോൾ എന്റെ റബ്ബ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൊണ്ട് എന്നെ ഒരിക്കലും കൈവിടുകയില്ല, എനിക്കൊരു വിജയം അല്ലാഹു നൽകുമെന്നുള്ള നിയത്തോടുകൂടി ഓതണം. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോണം സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം. ഈ സൂറത്തുൽ വാഖിഅ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യം കടന്നു വരികയില്ല. ആരാണത് പറഞ്ഞത്? ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ 2 സൂറത്തുകൾ ഓതാതെ മുത്തനബിത്തങ്ങൾ കടന്നിട്ടുള്ള ഒന്ന് സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും. മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സൂറത്തുൽ വാഖിഅ അല്ലാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകപ്പെടാനും ബർക്കത്തുകൾ നൽകപ്പെടാനും പണത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. അപ്പൊ ഈ സൂറത്ത് മുറുകെ പിടിച്ച് ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ രാവുകളിലൊക്കെ നിങ്ങൾ ഈ സൂറത്തുൽ വാഖിഅ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓതണം. മറ്റ് മേൽപ്പറഞ്ഞ അമലുകളൊക്കെ ഈ മഹത്തായ രാവിൽ നിങ്ങൾ ചെയ്തു നോക്കുക. അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ 2 സൂറത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കിയാൽ ഒരിക്കലും നമുക്ക് ദാരിദ്ര്യം കടന്നു വരികയില്ല, പണത്തിന്റെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരില്ല. ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വിജ്ഞാനങ്ങൾ അല്ലാഹു അവർക്കും നൽകുമാറാകട്ടെ. അവരും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തിട്ട് അല്ലാഹു ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ റബ്ബി റബ്ബനാ കമാ റബ്ബനാ സഗാറ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ, പരിശുദ്ധ ബറാഅത്ത് രാവിലെ ഞങ്ങൾക്ക് നല്ലവണ്ണം ഇബാദത്ത് ചെയ്യാനും രോഗ വിജയികളെ കൂട്ടത്തിലെത്താനെല്ലാം നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ലോക വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. 2 ലോകത്ത് വിജയം കൈവരിക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. റമദാനിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. നോമ്പ് പിടിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവൻ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട്, കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ പടച്ചവനെ. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാറുണ്ട് റബ്ബേ, കച്ചവടങ്ങളുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും, ഞങ്ങളുടെ തൊഴിലും, ഞങ്ങളുടെ കച്ചവടത്തിലും, ഞങ്ങളുടെ ജീവിതത്തിലും, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാര്യങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിലെ നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ പടച്ചവരെ. ഞങ്ങളെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്, വലിയ വിജയം നൽകണേ അല്ലാഹ്. റബ്ബേ, പടച്ചവനെ, ഭവനമില്ലാത്ത എത്രയോ പേരുണ്ട്, ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണിനിരക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും
നിലനിർത്തണേ അല്ലാഹു മുസീബത്തുകളിൽ നിന്ന് കാക്കണേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് എല്ലാവർക്കും ബർക്കത്തുകൾ നിലനിർത്തണേ അല്ലാഹ് സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ് ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ് എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്നു പടച്ചവനെ അവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ് എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാഹ് ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് പടച്ചവനെ ഇടങ്ങേറുകളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെ നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും കാക്കണേ അല്ലാഹ് ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ് ഞങ്ങളെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മനസ്സിലുള്ള സകല മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ് അല്ലാഹു ഇതിലൊക്കെ താമസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് പടച്ചവനെ എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ് റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم